ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഒക്ടോബർ 9 ബുധനാഴ്ച ഷഷ്ടിയാണ്. ഇത്തവണത്തെ ഷഷ്ടി വളരെ പ്രത്യേകതയുള്ള ഷഷ്ടിയാണ്. കാരണം നവരാത്രിയോടനുബന്ധിച്ച് വരുന്ന ഷഷ്ടി. എങ്ങനെയാണ് ഷഷ്ടി വ്രതം എടുക്കേണ്ടത്? 8 ചൊവ്വാഴ്ച 9 ഷഷ്ടിക്ക് വേണ്ടി ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ബാക്കി 2 നേരവും ഗോതമ്പോ പഴങ്ങളോ മറ്റെന്തെങ്കിലും കഴിച്ച്, അതായത് അരിഭക്ഷണം അല്ലാത്ത മറ്റ് ധാന്യങ്ങളോ പഴങ്ങളോ കഴിച്ചിട്ട് ഇരിക്കുക. പിറ്റേ ദിവസത്തെ വ്രതത്തിന് വേണ്ടി തയ്യാറെടുക്കുക. നന്നായി നാമം ജപിക്കുക. സ്കന്ദഷഷ്ടി കവചം ജപിക്കാൻ പറ്റുന്നെങ്കിൽ ജപിക്കുക. അതല്ലെങ്കിൽ ഓം ശരവണഭവായ നമയെന്ന് പരമാവധി സമയം ചൊവ്വാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും ജപിക്കുക. അതായത് ഷഷ്ടിയുടെ തലേ ദിവസവും പിറ്റേ ദിവസവും ഷഷ്ടി ദിവസവും. അതിനുശേഷം ഷഷ്ടി ദിവസം രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് വീണ്ടും പ്രാർത്ഥിക്കുക. കഴിയുന്നെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അതിനു കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ രാവിലെ വിളക്ക് കത്തിച്ച് ഭഗവാന് എന്തെങ്കിലും പഴങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് പഞ്ചാമൃതം നൈവേദ്യമായി വെക്കാം, അതല്ലെങ്കിൽ പഴങ്ങൾ സമർപ്പിക്കാം. എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഭക്ഷണം കഴിക്കാം. ഒരു നേരം നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറുണ്ണാം ഒരു നേരം. ചിലർ ഉപവസിക്കും, പൂർണ്ണമായി ഉപവസിക്കും. ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും. പക്ഷെ പൂർണ്ണമായും ഉപവസിക്കണം എന്ന് നിഷ്ഠ പറയുന്നില്ല. ചിലർ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ആഹാരം കഴിക്കും. ഒരു നേരം എപ്പോൾ കഴിക്കണമെന്ന് അവർ നിശ്ചയിക്കുക. ചിലർ ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം അവിടുന്ന് തന്നെ ചോറ് മേടിച്ച് കഴിക്കും. നമുക്ക് ക്ഷേത്രത്തിൽ പോകാനോ അങ്ങനെ ചോറ് മേടിക്കാനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട്ടിൽ കുളിച്ച് ശുദ്ധമായി പച്ചരിയോ ഉണക്കലരിയോ വെക്കുക. അതിനുശേഷം അക്കൂട്ടത്തിൽ മോര് കൂട്ടി നമുക്ക് ചോറുണ്ണാം. ഇഞ്ചിയൊക്കെ ചതച്ചിട്ട മോര് കൂട്ടി ചോറുണ്ണാം. അതല്ലെങ്കിൽ ചമ്മന്തി വേണമെങ്കിൽ അരയ്ക്കാം, പക്ഷേ ഉള്ളി ചേർക്കരുത്. ഒരു നേരം അരിഭക്ഷണം കഴിക്കാം. അതെപ്പോൾ കഴിക്കണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക. ഇനി അസുഖമുണ്ട്, നമുക്ക് ആഹാരം കഴിച്ചേ മതിയാകൂ, അങ്ങനെയുള്ളവർക്ക് ബാക്കി 2 സമയവും പഴങ്ങളോ ഒക്കെ കഴിക്കാം. പക്ഷേ മറ്റു ധാന്യങ്ങൾ ഉപയോഗിക്കേണ്ട. അതായത് ചപ്പാത്തി അല്ലെങ്കിൽ ഉപ്പുമാവ്, ഗോതമ്പ് പുട്ട്, റവ, ഓട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. പഴങ്ങൾ മാത്രം കഴിക്കാം. ചായ കുടിക്കണം എന്ന് നിർബന്ധമുള്ളവർ, അതായത് തലവേദന എടുക്കും, വ്രതം മുടങ്ങിപ്പോകും, മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളവർ ചായ കുടിച്ചോളൂ. അവരവരുടെ ആരോഗ്യം അവരവർക്കേ അറിയുള്ളൂ. ചിലർക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ വ്രതക്രമം രൂപീകരിക്കുക. അരിഭക്ഷണം കഴിക്കാം. അതെപ്പം കഴിക്കണമെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക. പരമാവധി സമയം പ്രാർത്ഥിക്കുക. ഓം ശരവണഭവായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇനി എന്തിനാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്? നമ്മൾ ഒരിക്കലും നമുക്ക് ഈ ദുരിതത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന ഇടത്തു നിന്നു പോലും വേലായുധ സ്വാമി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. അതിന് കാരണമായി പറയുന്നത് മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. നമുക്ക് ഈ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ മുൻജന്മദോഷങ്ങളോ കർമ്മഫലങ്ങളോ, ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളോ നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ പറയും, ജനിച്ചന്ന് മുതലേ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കുറേ നാളുകളായി പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നത്തിൽ നിന്നും ഒരു കാരണവശാലും എനിക്കൊരു മോചനമില്ല, വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാം. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മനസ്സ് വേദനിച്ചിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്കറിയാം. അവരൊക്കെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഷഷ്ടിവ്രതം. ഇപ്പോൾ ഒരു പനി വരുന്നു, നമ്മൾ പനിക്കാണ് മരുന്ന് കഴിക്കേണ്ടത്.
അതല്ലാതെ മരുന്ന് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനകത്ത് ധാരാളം മരുന്നുകളുണ്ട്. പനിക്കുള്ള മരുന്നുണ്ട്, വയറുവേദനയ്ക്കുള്ള മരുന്നുണ്ട്, അതല്ലെങ്കിൽ തുമ്മലിനുള്ള മരുന്നുണ്ട്, കാലുവേദനയ്ക്കുള്ള മരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മരുന്നുകൾ കാണും. അപ്പം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പനി വന്നിരിക്കുമ്പം ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ പനി മാറില്ല. ഓരോന്നിൻ്റെയും പ്രശ്നങ്ങൾ അറിഞ്ഞ് ചികിത്സിക്കണം. അപ്പം തീരാ ദുരിതത്തിൽപ്പെട്ടിരിക്കുന്നവർ, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന മനുഷ്യർ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമെന്ന് പറയുന്നത് ഷഷ്ഠിവ്രതം പരമാവധി എടുക്കുക എന്നുള്ളതാണ്. ഷഷ്ഠിവ്രതം വൃദ്ധിയാമണ്ണം എടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ജാതക ദോഷങ്ങൾ മാറി, നമ്മുടെ തലയിലെഴുത്തു ദോഷങ്ങൾ മാറി നമുക്ക് ഉയർച്ചയുണ്ടാകും. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർ, അവർ വേലായുധ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിച്ചിരിക്കണം. അവർ വേലായുധ സ്വാമിയെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഉറപ്പാണ്. ഇത് കേൾക്കുന്ന ആ നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ, ഷഷ്ഠിവ്രതം എടുത്തു തുടങ്ങിക്കോളൂ, ഇടയ്ക്കൊക്കെ പഴനിയിൽ പോയി തൊഴുതുകൊള്ളൂ. ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ദോഷമൊന്നും ഉണ്ടാകില്ലല്ലോ, ഗുണമേ ഉണ്ടാകൂ. പിറ്റേ ദിവസം, അതായത് ഷഷ്ഠിയുടെ പിറ്റേ ദിവസം വ്യാഴാഴ്ച ദിവസം നമ്മൾ വ്രതം അവസാനിപ്പിക്കണം. നമ്മൾ ഏകാദശിക്ക് വ്രതം അവസാനിപ്പിക്കുന്നത് പോലെ ഷഷ്ഠിക്ക് പാരണാസമയമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക. ഭഗവാന് എന്തെങ്കിലും പ്രസാദം നൈവേദ്യമായി സമർപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. അതല്ലെങ്കിൽ പഴമെങ്കിലും മേടിച്ചു വെക്കുക. ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം ഭഗവാന് സമർപ്പിക്കുക. അതിനുശേഷം ആ തീർത്ഥം കുടിച്ച് ഭഗവാന് സമർപ്പിച്ച നൈവേദ്യം കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പിറ്റേ ദിവസവും ശുദ്ധമായ ആഹാരത്തിലിരിക്കുന്നതാണ് നല്ലത്. അതായത് 8, 9, 10. ഇനി വലിയ പ്രശ്നങ്ങളാണ്, നമുക്ക് ഉപവസിക്കാം എന്നുണ്ടെങ്കിൽ ഉപവസിക്കുക. പറ്റുന്നവർ അതും വളരെ ഉത്തമമാണ്. എനിക്ക് തമിഴ്നാട്ടിൽ സുഹൃത്തുക്കളുണ്ട്. അവർ അവരുടെ കുലദൈവമായിട്ടാണ് വേലായുധ സ്വാമിയെ കാണുന്നത്. അവർ ഷഷ്ഠിവ്രതം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അതികഠിനമായ രീതിയിലാണ് ഷഷ്ഠിവ്രതം എടുക്കുന്നത്. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ധാരാളം കുട്ടികൾ, തമിഴ് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവർ വ്രതമെടുക്കുമ്പോൾ ഒന്നും കഴിക്കില്ല. തീരെ ക്ഷീണം തോന്നുമ്പോൾ 1 മണി കുരുമുളക് എടുത്ത് അവർ വായിക്കാത്തിടുന്നത് കാണാം. തീരെ ക്ഷീണം തോന്നുമ്പം അത് മാത്രമാണ് അവർ കഴിക്കുന്നത്. അത്ര ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഷഷ്ഠിവ്രതം എടുക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റേതായ ഉയർച്ച അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. അതും ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തവണത്തെ ഷഷ്ഠിവ്രതം വളരെ കേമമാണ്, വിശേഷമാണ്. ഇത്ര ഷഷ്ഠിവ്രതം എന്നൊന്നുമില്ല. നിങ്ങൾ ഷഷ്ഠിവ്രതം എടുത്തുകൊള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല ഭഗവാനെ ഓർക്കേണ്ടത്. നമ്മുടെ പ്രശ്നം അവസാനിച്ചാലും ആ വ്രതം തുടർന്നെടുത്തുകൊള്ളുക. അതിലൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്കും മാനസികമായ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കുമൊക്കെ ഇത് ഏറ്റവും ഉത്തമമാണ്. കുട്ടികളുടെ പ്രശ്നം മൂലം ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും ഷഷ്ഠിവ്രതം എടുക്കണം. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കളായ നമ്മൾക്ക് സഹിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഷഷ്ഠിവ്രതം എടുക്കുന്നത് മുടക്കാതിരിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ കഥയിട്ടിരുന്നു, ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ജനനത്തിന് മുന്നോടിയായിട്ടുള്ള കഥകൾ. ആ കഥകളൊക്കെ കേൾക്കണം. ആ കഥകളൊക്കെ കേട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായും ഭഗവാനിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. എല്ലാവരും ഷഷ്ഠിവ്രതം എടുക്കുക. മറക്കരുത്, ഡേറ്റ് ഒക്ടോബർ 9.
ഹരേ കൃഷ്ണ.